ഹലോ നമസ്കാരം. ഇഫെക്സ്ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ പുതിയ റിലീസായ ഡോൾഫിനെ പറ്റിയാണ്. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ പുതിയ റിലീസ് ഡോൾഫിൻ 2021 3.1 എന്നുള്ള റിലീസ് സെപ്റ്റംബർ 15 റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിൻഡോസ് മെഷീനിൽ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്, ഓക്കെ, ഈ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ സെറ്റപ്പ് ഫയൽ ഉണ്ടായിരിക്കണം. അപ്പോൾ സെറ്റപ്പ് ഫയൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ആ ഒരു പുതിയ വേർഷൻ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് ടൈപ്പ് ചെയ്യുക. ശേഷം എൻ്റർ കൊടുക്കുക. ഇവിടെ ആദ്യം കാണുന്ന ലിങ്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ SDK ടൂൾസ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ട്, ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആപ്പ് ടൂൾസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ അതിൻ്റെ ഡൗൺലോഡിങ് വിൻഡോയിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, അതിൻ്റെ വേർഷൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡോൾഫിൻ എന്നുള്ള റിലീസാണ്. അതിൻ്റെ പാച്ച് വേർഷൻ 2021 3.1. ഓക്കെ, ഫോർ വിൻഡോസ് 64-bit. ഇത്രയാണ് അതിൻ്റെ സൈസ് ഇപ്പോൾ നിലവിൽ വരുന്നത്. ഓക്കെ, പഴയ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ റിലീസുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാൻ പറ്റും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്, ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. അപ്പോൾ അതിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ജസ്റ്റ് ഫോർമാലിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി, ആ ഒരു എഗ്രിമെൻറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ താഴെ കാണുന്ന ആ ഒരു ചെറിയൊരു ബട്ടൺ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നോർമലി നമ്മൾ ചെക്ക് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെക്ക് ബോക്സ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഡിസേബിൾഡ് ആയിരിക്കും. ഇപ്പോൾ ഐ ഹാവ് റീഡ് അഗ്രിമെൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആകുന്ന പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ മൗസ് പോയിൻ്റർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ബോട്ടം സൈഡിൽ കാണാൻ പറ്റും. ഓക്കെ, ഡൗൺലോഡിങ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 913 MB ആണ് അതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അതിൻ്റെ സെറ്റപ്പ് പാക്കേജ് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് ബോട്ടം സൈഡിൽ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഒരു നമ്മളിപ്പോൾ ഡൗൺലോഡിങ്ങിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പാക്കേജ് കംപ്ലീറ്റ്ലി ഡൗൺലോഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ബ്രൗസർ തൽക്കാലം നമുക്കൊന്ന് മിനിമൈസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡു യു വോണ്ട് ടു റൺ ദിസ് ഫയൽ, ഇവിടെ റൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പാക്കേജൊക്കെ എക്സ്ട്രാക്ഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പ് അടുത്ത സമയത്തിനുള്ളിൽ കാണാൻ വേണ്ടി പറ്റും. അതിന് മുമ്പ് നമുക്കിപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂസർ അക്കൗണ്ട് കൺട്രോൾസ്, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു പുതിയ ചേഞ്ച് വരികയാണ്. അതിന് പെർമിഷൻ ചോദിച്ചുകൊണ്ട് യെസ് നോ, അതിൽ യെസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ നമ്മുടെ വിസാർഡ് വന്നിട്ടുണ്ട്. അവിടെ നെക്സ്റ്റ് കൊടുക്കാം. ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് തന്നെ സെറ്റിങ്സ് അതേപോലെ തന്നെ കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുക, എവിടെയും നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് അതിൻ്റെ പാത്താണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാത്തൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഡിഫോൾട്ട് പാത്തിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇൻസ്റ്റാൾ.
അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫയൽസൊക്കെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓരോ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് കംപ്ലീറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ കംപ്ലീറ്റ് ആകുന്നതിൻ്റെ കൂടെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ട് ബട്ടൺ, അതായത് സ്റ്റാർട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുള്ള അത് ചെക്ക് മാർക്ക് ഓൺ ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കാം. അല്ല നമുക്ക് പിന്നീട് ലോഞ്ച് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് തൽക്കാലം ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഓൺ ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഒന്ന് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പ്ലാഷ് സ്ക്രീന് വന്നിട്ടുണ്ട് ഡോൾഫിൻ 2021 3.1. ഓക്കെ, നമ്മുടെ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ തൽക്കാലം നമുക്ക് ഡോ നോട്ട് സെൻഡ് കൊടുത്താൽ മതി. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എന്താ പറയുക, അതിൻ്റെ സ്റ്റാർട്ടിങ് വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു നമുക്ക് ചെറിയൊരു പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ആ ഒരു അതിൻ്റെ എന്താ പറയുക, ഇൻസ്റ്റാളേഷൻ IDE അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള IDE ആക്റ്റീവ് ആണോ എന്ന് നോക്കാം. ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാളേഷൻ സക്സസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു വിൻഡോ മാത്രം വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ സക്സസ് ആയി എന്ന് പറയുന്നതിൽ വലിയ പ്രാധാന്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ പ്രൊജക്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ന്യൂ പ്രൊജക്റ്റ്. ഓക്കെ, ഇതിൽ ഒരുപാട് രീതിയിലുള്ള ടെംപ്ലേറ്റുകൾ വന്നിട്ടുണ്ട്. ആ ടെംപ്ലേറ്റിൽ ഞാനിപ്പോൾ എടുക്കുന്ന ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് എംപ്റ്റി ആക്ടിവിറ്റിയാണ്. അപ്പോൾ എംപ്റ്റി ആക്ടിവിറ്റി ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ, ഇവിടെ പ്രീവിയസ് ആക്റ്റീവ് അല്ല, ക്യാൻസൽ, അതുപോലെ തന്നെ ഫിനിഷ്, അതിൽ നെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. എംപ്റ്റി ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം, ശേഷം നെക്സ്റ്റ്. പിന്നെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനൊരു പേര് കൊടുക്കാം. ഞാനിവിടെ മൈ ട്രയൽ ആപ്പ്. ഓക്കെ, ഇതിൽ തൽക്കാലം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഡിഫോൾട്ടായിട്ട് തന്നെ വിടുകയാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ പ്രൊജക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ചെയ്യുന്നൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബൈ ഡിഫോൾട്ട് ഇതേപോലെ തന്നെ ഞാൻ വിടുകയാണ്. ശേഷം ഫിനിഷ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഇനീഷ്യലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ ഞാൻ എൻ്റെ മൗസ് പോയിൻ്റർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ എൻ്റെ മൗസ് പോയിൻ്റർ നോക്കുകയാണെങ്കിൽ റൈറ്റ് ബോട്ടം സൈഡിൽ കുറച്ച് സ്റ്റാറ്റസുകൾ കാണാൻ പറ്റും. ഉണ്ടല്ലേ, റൈറ്റ് ബോട്ടം സൈഡ് ഒന്ന് നോക്കുക. ഇത് കംപ്ലീറ്റ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ, പ്രൊജക്റ്റിൻ്റെ ട്രീ നോഡ് എന്ന് പറയും. ആ ട്രീ നോഡ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ മൗസ് പോയിൻ്റർ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് നമുക്കിപ്പോൾ നിലവിൽ ലോഡിംഗ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ ഫയൽസ്, അങ്ങനെയുള്ള എല്ലാ ലൈബ്രറികളും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് ലോഡായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിൻ്റെ കോഡ് ഫയലൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലോഡാകുന്നതിന് മുമ്പ് നമുക്കതൊന്ന് നോക്കാം. ആക്ടിവിറ്റി main.xml എന്ന് പറയുന്ന ഫയലാണ് നമ്മുടെ ഡിസൈൻ ഫയൽ. നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഓരോ സ്ക്രീനും ഡിസൈൻ ചെയ്യുന്നത് ആക്ടിവിറ്റി മെയിൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ നെയിം ഉള്ള XML ഫയലിലായിരിക്കും. ഓക്കെ, അതിൻ്റെ കോഡിങ്സ് കൊടുക്കുന്ന ലൊക്കേഷനാണ് main.activity.kt എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, അപ്പോൾ ഇത് ഇനീഷ്യലൈസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. സ്റ്റിൽ ഇപ്പോൾ നമുക്ക് റൈറ്റ് ബോട്ടം സൈഡിൽ അല്ലെങ്കിൽ നമുക്ക് താഴെ അതിൻ്റെ സ്റ്റാറ്റസ് ബാർ നോക്കുകയാണെങ്കിൽ ഗ്രാഡിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഫീച്ചേഴ്സ്, നമ്മുടെ ഈ നേരത്തെ സ്പെസിഫൈ ചെയ്ത ആൻഡ്രോയിഡ് ഒരു പ്ലാറ്റ്ഫോമിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ആകുന്ന സ്റ്റെപ്പാണ് ഇവിടെ നേരത്തെ കണ്ടത്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫയലിലേക്ക്, ഓക്കെ, ഇവിടെ നമ്മുടെ ഫ്രെയിമിലേക്ക് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലോഡായി എന്ന് പറയാം.
കംപ്ലീറ്റ് ആയിട്ട് ലോഡായി എന്ന് പറയാം. ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഇവിടെ പ്ലഗിൻ്റെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഒന്ന് ട്രൈ അഗെയിൻ കൊടുത്ത് നോക്കാം. ഒന്നുകൂടെ അത് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലേക്കുള്ള ഒരു ട്രൈയിങ് ആണ് നടക്കുന്നത്. ഓക്കെ, സാധാരണയായിട്ട് നമുക്ക് കംപ്ലീറ്റഡ് ഇൻസ്റ്റാളേഷൻ ആണെങ്കിൽ ആ ഒരു പ്രോബ്ലം വരാറില്ല. ഓക്കെ, സ്റ്റിൽ ഇപ്പോൾ നമുക്കിവിടെ ചെറിയൊരു എന്തോ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അത് ചിലപ്പോൾ നെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. നെറ്റ് ഇവിടെ ഡിസ്കണക്റ്റ് ആയിട്ടാണുള്ളത്, നോക്കാം. നെറ്റിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, നെറ്റ്വർക്കിൻ്റെ എന്തോ ഒരു ഇഷ്യൂ കൊണ്ടാണത് കംപ്ലീറ്റ് ആവാത്തത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ പ്ലഗിൻ്റെ ഇഷ്യൂ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മുടെ ഒരു വിൻഡോസ് മെഷീനിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. അതുപോലെ activity.kt എന്ന് പറയുന്നത് കോട്ട്ലിൻ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഒരു ഷോർട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ, ഈ പ്ലഗിൻ്റെ കേസ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി സക്സസ്ഫുൾ ആയിരിക്കും. പ്ലഗിൻ്റെ കേസ് എന്ന് പറയുന്നത് നമുക്ക് നെറ്റ്വർക്കിൽ എന്തോ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണത് വർക്ക് ചെയ്യാത്തത്. നെറ്റ്വർക്ക് എന്തോ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണത് വർക്ക് ചെയ്യാത്തത്. ഓക്കെ, ബാക്കി കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രൊജക്റ്റുകൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻസ്റ്റാളേഷൻ പാക്കേജ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത ഉടനെ തന്നെയാണത് ഓപ്പൺ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്തിട്ട് നോർമൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാളേഷന് ശേഷം എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൺഫർമേഷൻ ചോദിക്കും. കൺഫർമേഷൻ ചോദിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡു നോട്ട് ആസ്ക് അഗെയിൻ എന്നുള്ളത് കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം എക്സിറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, എക്സിറ്റ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ജസ്റ്റ് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഡോൾഫിൻ വേർഷൻ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഓക്കെ, റീഓപ്പണിങ്. അപ്പോൾ റീഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഏറ്റവും അവസാനം ക്ലോസ് ചെയ്ത പ്രൊജക്റ്റാണ് നോർമലായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് നെക്സ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. കഴിഞ്ഞ തവണ നിങ്ങൾ ഏറ്റവും അവസാനം ക്ലോസ് ചെയ്ത പ്രൊജക്റ്റ് ഏതാണോ ആ പ്രൊജക്റ്റ് ആയിരിക്കും നമുക്ക് പുതുതായിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോഡായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത മൈ ട്രയൽ ആപ്പ് അതാണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് ലോഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ലോഡാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു നേരത്തെ കണ്ട പ്ലഗിൻ്റെ കേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. പ്ലഗിൻ്റെത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ്. നെറ്റ്വർക്ക് ഓക്കെ ആയാലും മാത്രമേ എന്താവുള്ളൂ അതുകൂടെ ഇൻസ്റ്റാൾ ആകും. നോർമൽ കമ്പ്യൂട്ടേഴ്സിൽ ആ ഒരു ഇഷ്യൂ കാണിക്കാറില്ല, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇത് പ്രോബ്ലം വന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മുടെ വിൻഡോസ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസും അപ്ഡേറ്റ്സുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം iffexguide.